ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കായ കൊണ്ടൊരു ഉപ്പേരി തയ്യാറാക്കിയാലോ. വളരെ ഈസിയാണ്. നമുക്കിതിൽ ഏത്തക്കായ എടുക്കാം, നമ്മുടെ പടച്ചിക്കായ എടുക്കാം, അതുപോലെ തന്നെ ഏത് പച്ചക്കായാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ എന്താ പറയാ പൊന്തൻ കായ എന്ന് പറയില്ലേ, ആ കായ എടുക്കാം. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഈ കായക്ക് പറയാന്നറിയില്ല. നേന്ത്രക്കായുടെ പച്ചക്കായ ഉണ്ടല്ലോ, ആ കായാണ് ഞാൻ ഏത്തക്കായ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പച്ച അവൈലബിൾ ആയിട്ടുള്ള കായ ഏതാണോ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ നേന്ത്രക്കായ ഉപ്പേരി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു നേന്ത്രക്കായ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 3.5 ടേബിൾ സ്പൂൺ തേങ്ങയും എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര നേന്ത്രക്കായ എടുക്കുന്നോ അതനുസരിച്ച് തേങ്ങ ചിരവി ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുക്കറിലും വയ്ക്കാം, ചട്ടിയിലും വയ്ക്കാം. ചട്ടിയിൽ വയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ആദ്യം കായയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കായ ഒന്ന് വേവിച്ചെടുക്കാം. കായ കുക്കായി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വെള്ളം വേണം നമുക്ക്. ആ രീതിയിൽ കായ വേവിച്ചെടുക്കുക. വെള്ളം വറ്റിച്ചെടുക്കണ്ട, കുറച്ച് വെള്ളത്തോടു കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കായ കുക്കായിട്ടുണ്ട്. ഞാൻ ഇത്രയും വെള്ളത്തോടു കൂടിയാണ് ഓഫ് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചു. ഇനി നമുക്ക് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. നമ്മൾ വേറെ ഓയിലുകളൊന്നും യൂസ് ചെയ്യരുത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഉഴുന്ന് ഇനി ഒന്ന് കളർ മാറി വരട്ടെ. അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മളിതിൽ പച്ചമുളകാണ് ചേർക്കുന്നത്, മുളക് പൊടിയല്ല. ഞാനിപ്പോൾ 4 ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് ഉഴുന്നിൻ്റെ കളർ വല്ലാതെ മാറുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് തേങ്ങ ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരണം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒന്ന് കുക്കായി വരണം. ഒരുപാട് അങ്ങോട്ട് കുക്കാവണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കായന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ തേങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ തേങ്ങയിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കായ ടേസ്റ്റ് ചെയ്തു, കായന് ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ചേർക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ഇതിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ ഫ്ലേവറും അതുപോലെ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ ഒന്ന് പിടിക്കാനാണ് നമ്മൾ വെള്ളത്തോടു കൂടി തന്നെ കായ ചേർക്കാമെന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യരുത്. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അതുവരെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നമ്മുടെ കായ ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.